ഇന്ന് പുലർച്ചെയാണ് നമുക്ക് ഓർമ്മയുണ്ടോ അതുല്യയുടെ ഭർത്താവ് സതീഷ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. വലിയതുറ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് സതീഷിന്. അതുകൊണ്ട് നിയമ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മുൻകൂർ ജാമ്യ ഉത്തരവിലെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുല്യയുടേത് കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ല. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിൽ ദുബായ് പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്തേനെ. അതുല്യയുടേത് തൂങ്ങി മരണം എന്നാണ് കോൺസ്റ്റബിൾ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ഫോട്ടോയും വീഡിയോയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ദുബായ് പോലീസ് സതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. കൊല്ലം സെഷൻസ് ഡിവിഷൻ കോടതി ഈ നിരീക്ഷണങ്ങളൊക്കെ പരിഗണിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ച് എത്തി കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുല്യയുടെ ഭർത്താവ് ഇപ്പോൾ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ്. സതീഷിനെ ഇപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ചാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ എന്തായാലും അതുല്യയുടെ ഭർത്താവ് സതീഷ് തയ്യാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തൂങ്ങി മരണമാണ് അതുല്യയുടേത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ, കുറേ സന്ദേശങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരുന്നു. കുടുംബത്തിന് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുല്യ ആത്മഹത്യ ചെയ്യില്ല, അതുല്യയ്ക്ക് ഒരു മകളുണ്ട്, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല, കൊലപാതകമാണോ എന്നടക്കമുള്ള സംശയങ്ങൾ അതുല്യയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ജീനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ സതീഷ്? അന്വേഷണത്തോട് സഹകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനല്ലേ താൻ എത്തിയത് എന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് സതീഷ് എന്തായാലും ക്രൈംബ്രാഞ്ചിൻ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് സതീഷിനെ ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സമയത്തിനു മുമ്പ് ഇവിടെ എത്തി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയതുറ പോലീസാണ് സതീഷിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സംഘം ഇപ്പോൾ സതീഷുമായി കൊല്ലത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചുറ്റവട്ടങ്ങൾ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇന്ന് റീപോസ്റ്റ്മോർട്ടം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അതുല്യയുടെ കുടുംബം ഉൾപ്പെടെ പറഞ്ഞ റീപോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാനുണ്ട്. അപ്പോൾ അത് പുറത്തു വന്നതിന് ശേഷമാകും മുന്നോട്ട് പോവുക. ഒപ്പം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഏറ്റവും പ്രധാനമായി ദുബായ് കോൺസുലേറ്റ് അന്ന് പുറത്തുവിട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒപ്പം അന്ന് ദുബായ് കോൺസുലേറ്റിന്റെ നിരീക്ഷണങ്ങൾ, കോടതിയുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായി കൊല്ലം സെഷൻസ് കോടതി ഉത്തരവിലുമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം അന്ന് ഒരു തൂങ്ങി മരണമായാണ് അതുല്യയുടെ മരണത്തെ ദുബായ് കോൺസുലേറ്റ് നിരീക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹമായ സാഹചര്യമോ അല്ലെങ്കിൽ തെളിവുകളോ ഉണ്ടായിരുന്നെങ്കിൽ ദുബായ് പോലീസ് തന്നെ അന്ന് അറസ്റ്റ് ചെയ്തേനെ. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉള്ളതായി കാണുന്നില്ല. ഒപ്പം ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ, തെളിവായി ഹാജരാക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. അതായത് 8-ാം തീയതി, 2 ദിവസം മുൻപാണ് ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. 10 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. അത് ക്രൈംബ്രാഞ്ച് ആകും റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും മുന്നോട്ടുള്ള നടപടി ഉണ്ടാകുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ദുബായ് കോൺസുലേറ്റിന്റെ കോടതി നൽകിയിരിക്കുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൊല്ലം സെഷൻസ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുറ്റക്കാരനായി, ദുബായ് കോൺസുലേറ്റിലെ കുറ്റക്കാരനായി ഈ സംഭവത്തിൽ അതുല്യയുടെ മരണത്തിൽ കുറ്റക്കാരനായി കണ്ടെത്തിയില്ല എന്ന നിരീക്ഷണത്തിൽ ഊന്നിയാണ് ഇപ്പോൾ കൊല്ലം സെഷൻസ് കോടതിയും ഉത്തരവിൽ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലം ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ കേസ്, ഈ പരാതികൾ, ആരോപണങ്ങൾ വിശദമായി അന്വേഷിക്കുക.